أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന കർമ്മങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം ഖബർ ജീവിതവും പരലോക ജീവിതവുമൊക്കെ നന്നായി തീരാൻ ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് ഉറപ്പ് നൽകിയ വിശ്വാസികളുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം സൂചിപ്പിച്ചത്. ഭക്തിയോടുകൂടെ നമസ്കരിക്കുന്നവരും ഹറാമുകളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരും സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുകയും അതിൻ്റെ സക്കാത്ത് കൃത്യമായി വിനിയോഗിക്കുകയും വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കാതെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്നവരും അമാനത്തും കരാറും പൂർത്തീകരിക്കുന്നവരും, ഇങ്ങനെ ചില വിഷയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഈ അധ്യായത്തിലൂടെ, അതിൻ്റെ തുടക്കത്തിലൂടെ സൂക്ഷിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് വിജയിച്ച വിശ്വാസികളെന്ന് അള്ളാഹു പറയുകയും ചെയ്തതിന് ശേഷം വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവസാനം ഈ ആയത്ത് ആരംഭിക്കുന്നത് നമസ്കാരത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിജയിച്ച വിശ്വാസികൾ അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ള ആളുകളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയിച്ച വിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ അവസാനവും പറയുന്നത് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നവരാണ് എന്നതാണ്. നമസ്കാരത്തെക്കുറിച്ച് നാം ആ നമസ്കാരത്തിന്റെ ഭക്തിയെക്കുറിച്ച് സൂചിപ്പിച്ച ആ സമയത്ത് സംസാരിച്ചിരുന്നു. പിന്നീട് ഖുർആൻ പറയുന്നത് ഉലായിക ഹുമുൽ വാരിഥൂൻ, ഈ ഗുണങ്ങൾ അടങ്ങിയ ആളുകളാണ് അനന്തരമെടുക്കുന്നവർ. അല്ലദീന യരിഥൂനൽ ഫിർദൗസ, എന്താണ് അവർ അനന്തരമെടുക്കുക? അവർ അനന്തരമെടുക്കുന്നത് ഫിർദൗസാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ദറജയാണ് ഫിർദൗസ്. സ്വർഗത്തിന് ഒരുപാട് ദറജകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കാം. ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിന് നന്നായി ജീവിക്കണം? ചില മൂല്യങ്ങളൊക്കെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മളൊരു വക്ത് പോലും നഷ്ടപ്പെടാതെ നമ്മുടെ തിരക്കുകൾക്കിടയിലും ബിസിനസ്സിനിടയിലും നമ്മുടെ ഒരുപാട് ഭൗതികമായ കാര്യങ്ങൾക്കിടയിലും ഞാനൊന്ന് നിസ്കരിച്ചു വരട്ടെ എന്ന് ആരെയെങ്കിലും പലപ്പോഴും നമ്മുടെ കടയും കച്ചവടവും ഒക്കെ ഏൽപ്പിച്ച് നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് പോലും ആ മഗ്രിബിനും ഇശാഇനും ഒക്കെ ഗ്രാമങ്ങളിലൊക്കെ പ്രത്യേകിച്ചും നമ്മളിങ്ങനെ പോയി ഒന്ന് നിസ്കരിച്ചു വരട്ടെ എന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് നമസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് എന്തിനാണ്? ഒരു വക്ത് പോലും നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ നാം അത് സംരക്ഷിക്കുന്നത് എന്തിനാണ്? അതാണ് ഖുർആൻ പറയുന്നത് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. ഹിഫ്ള് എന്നൊക്കെ പറഞ്ഞാൽ സംരക്ഷിക്കാൻ, ഒരിക്കലും നഷ്ടപ്പെടരുത്.
ജീവിതത്തിൽ നമസ്കാരം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തിനാണ്? അത് അള്ളാഹു വെച്ച ഒരു ഉപാധിയാണ്. നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തണോ? അള്ളാഹുവിന്റെ മുൻപിൽ, അള്ളാഹുവിന്റെ കോടതിയിലെ ആ വിചാരണ നാളാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിലൊരു പക്ഷേ ആ ലക്ഷ്യ പൂർത്തീകരണത്തിൽ ഈമാനിന്റെ ഏറ്റക്കുറച്ചിലുകളുള്ള ആളുകൾ ഉണ്ടായേക്കാം. എന്നാൽ നമ്മളൊക്കെ ഈ ഒരു സമയമായപ്പോഴേക്ക് ഈ പള്ളി നിറയെ ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്താണ്? അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിട്ടാണ്. ഒരുപക്ഷെ ഈ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്കും പോകാതെ ഈ സമയം അങ്ങനെ തള്ളി നീക്കുന്ന കുറെ ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഗൗരവമായി ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്, നമുക്ക് ഇഹലോകവും വേണം, പരലോകവും വേണം. നമുക്ക് ഈ ദുനിയാവും വേണം, പരലോകവും വേണം. ദുനിയാവ് നേടിയെടുക്കാൻ വിശുദ്ധ ഖുർആനിൽ കുറെ സ്ഥലങ്ങളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഹറാമുകൾ കലരാതെ, മറ്റുള്ളവനെ വഞ്ചിക്കാതെ, നമുക്ക് എത്രയാണോ ഹലാലായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതിനിടയിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ചില മൂല്യങ്ങൾ, ചില പ്രത്യേകതകൾ വിശ്വാസികൾക്ക് ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചത്. അപ്പൊ ഇത് കുറച്ച് ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കണം. നമ്മുടെ മതത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ ഏത് മേഖലകളിലാണെങ്കിലും കുറച്ച് ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കണം എന്നത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട ഒന്നാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്വർഗം എന്ന ഒന്നുണ്ട്, നരകം എന്ന ഒന്നുണ്ട്. നമുക്കാർക്കും ഇത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആളുകളിൽ നിന്ന് നേടാൻ വേണ്ടിയല്ല നമ്മളിത് പഠിക്കുന്നതും പറയുന്നതൊന്നും. അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ സ്വർഗനരകങ്ങൾ പറയുന്നത് കൊണ്ട് കുറച്ചാളുകളൊക്കെ ഒന്നിങ്ങനെ ലെവലായി ജീവിക്കും എന്നതിനപ്പുറത്ത് അതൊന്നില്ല എന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട്. സ്വർഗം എന്ന ഒന്നുണ്ട്, നരകം എന്ന ഒന്നുണ്ട്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അവിടെ അല്ല. അപ്പൊ നമുക്ക് സ്വർഗം വേണം. മനുഷ്യൻ എന്ന നിലക്ക് ചില തകരാറുകളും പോരായ്മകളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അതിനാണ് മാറി മാറി വരുന്ന റമദാനുകൾ. അതിനാണ് ഓരോ വക്തിനും നാം നമസ്കാരത്തിന് മുൻപ് ഉളുവെടുക്കുന്നത്. അത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാണ്. അത് നമ്മുടെ ആന്തരിക ശുദ്ധീകരണവും അതിന്റെ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചതാണ്. അപ്പൊ നമുക്ക് ഇഹലോകവും പരലോകവും വേണം. ആ സ്വർഗം നമുക്ക് നേടിയെടുക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈക ഹുമുൽ വാരിഥൂൻ. ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ അനന്തരമെടുക്കുന്ന ആളുകളാണ്. അല്ലദീന യരിഥൂനൽ ഫിർദൗസഹും ഫീഹാ ഖാലിദൂൻ. അവർ എന്താണ് അനന്തരമെടുക്കുക? അവർ ഫിർദൗസാണ് അനന്തരമെടുക്കുക. അവർ സ്വർഗമാണ് അനന്തരമെടുക്കുന്നത് എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ അവർ സ്ഥിരവാസികളായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ, ആ സ്വർഗീയമായ അനുഭൂതി നല്ല മനുഷ്യന്മാർക്ക് എവിടെ മുതലുണ്ട്? മരണസമയം മുതലുണ്ട്, മരിക്കുന്ന സമയം മുതലുണ്ട്. നമ്മൾ മരിക്കുകയാണ് എന്നറിയുമ്പോ ആ സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെല്ലാം സങ്കടത്തിലായിരിക്കും. സ്വാഭാവികമായി നമുക്കും സങ്കടം ഉണ്ടാവും. കാരണം നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഖുർആൻ പറഞ്ഞത് വല്ലന്ന അന്നഹുൽ ഫിറാഖ് എന്നാണ്. ഞാൻ പോകുകയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു സമയം. വല്ലാത്തൊരു സമയം, വേറെ ആർക്കും മനസ്സിലാവില്ല. വേറെ ആളുകളൊക്കെ പല സമയത്തും പോവുകയാണെന്ന് വിധി എഴുതിയതാണ്, ഡോക്ടർമാർ വിധി എഴുതിയതാണ്, പോയിട്ടില്ല. യഥാർത്ഥത്തിലുള്ള യാത്ര നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് ഖുർആൻ പറഞ്ഞത് വല്ലന്ന അന്നഹുൽ ഫിറാഖ്. ആ മനുഷ്യന് മനസ്സിലാകും ഇത് അവന്റെ വേർപാടാണ് എന്ന്. അതായത് നമ്മുടെ വേർപാടിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് വെറുതെ ഒരു നെഞ്ചുവേദന വരുമ്പോ അങ്ങനെ പിടിക്കുമ്പോ ഇപ്പൊ മരണം തന്നെയാണെന്ന് വിചാരിക്കണല്ല. അതാ സമയമായി. ആ സമയത്ത്, നമ്മുടെ മരണത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ മാലാഖമാർ നമ്മിലേക്ക് വരും. ഇതൊരു കഥയല്ല, അത് ഖുർആനിൽ നമ്മൾക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങളിൽ നമുക്ക് യഖീനുള്ള വിശ്വാസമുണ്ടോ? ഖുർആൻ പറയാണ് അവിടെ മുതൽ സ്വർഗത്തിന്റെ അനുഭൂതിയുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അതാണ് ഖുർആൻ പറഞ്ഞത്. ആർക്കാണ് ആ സ്വർഗത്തിന്റെ അനുഭൂതിയുള്ളത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. അവർ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞവരാണ് അഭിമാനത്തോടെ.
സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ വിവരം വെച്ച പ്രായം മുതൽ മരിക്കുന്നതുവരെ നേരെ ചൊവ്വേ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിലകൊണ്ടവരാണ്. അതാണ് ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ. ഇസ്തിഖാമത്തുള്ള ആളുകളാണ്. എന്റെ വിശദീകരണത്തിലുണ്ട് ഏറ്റവും പ്രധാനം തൗഹീദ് തന്നെ, ശിർക്ക് കലരാത്ത വിശ്വാസം തന്നെ. സുമ്മസ്തഖാമു, അങ്ങനെ ജീവിച്ച ആളുകളിലേക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവർ പറയുന്നതാണ്. ആരോട്? മരിക്കാൻ കിടക്കുന്ന ഈ നല്ല മനുഷ്യരോട് അവർ പറയും. രണ്ട് കാര്യങ്ങളാ പറയാം. എല്ലാവരും ടെൻഷനിലാണല്ലോ, കൂട്ടവും കുടുംബവും ഒക്കെ സങ്കടത്തിലാണ്. പക്ഷെ ഈ വ്യക്തിയോട് മലക്കുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനൂ. രണ്ട് കാര്യങ്ങളാ പറയാം. ഒന്ന്, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കേട്ടോ. ഇത് ആശ്വാസമാണ്. മിമ്മാ തുഖദ്ദിമൂന അലൈഹി മിൻ അംറിൽ ആഖിറ ആണ് എന്റെ വിശദീകരണം. അതായത് നിങ്ങൾ ഇവിടുന്ന് ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നതിൽ നിങ്ങൾക്ക് ഭയം വേണ്ട കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ സങ്കടം പറയണ്ട. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ചോനെ മരിച്ചുപോയ എന്തായിരിക്കും അവസ്ഥ, അതിന് നമുക്ക് ആരാ ആശ്വാസവാക്ക് തരാവിടുള്ളത്? ആരുമില്ല. നമ്മൾ തന്നെ നമ്മുടെ അമല് കൊണ്ട് തൃപ്തിപ്പെടുത്തണം നമ്മളെ. പക്ഷെ അവിടെ അതല്ല. മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം മിമ്മാ തുഖദ്ദിമൂന അലൈഹി മിൻ അംറിൽ ആഖിറ, നിങ്ങളുടെ പരലോകം എന്തായിരിക്കും എന്നൊരു ഭയം നിങ്ങൾക്ക് വേണ്ടട്ടോ. അത് ഓക്കെയാണ്. നിങ്ങൾ ഇത്ര കാലം ജീവിച്ച ജീവിതം കൊണ്ട് നിങ്ങളുടെ ആയുസ് നിങ്ങൾ അടയാളപ്പെടുത്തി, നിങ്ങൾക്കതിലൊരു ഭയവും വേണ്ട. വലാ തഹ്സനൂ, രണ്ടാമത്തേത് ടെൻഷനാണ്. എന്താ ടെൻഷൻ? അലാ മാ ഖലഫ്തുമൂഹു മിൻ അംരി ദുനിയ മിൻ വലദിൻ വ അഖ്ലിൻ വ മാലിൻ. ഒന്ന് നിങ്ങളുടെ സമ്പത്താണ്, രണ്ട് നിങ്ങളുടെ കുടുംബമാണ്, മൂന്ന് നിങ്ങളുടെ മക്കളാണ്. ഇതിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അതിലും നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട. പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തിന്റെയും വിഷയത്തിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ടട്ടോ. ഈ രണ്ട് ആശ്വാസവാക്കുകൾ മലക്കുകൾ പറയും. വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സ്വർഗമാണ് കേട്ടോ എന്ന സന്തോഷ വാർത്തയും ആ മലക്കുകൾ അറിയിക്കും. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് ഈ ജീവിതം നമ്മൾ ശ്രദ്ധയോടുകൂടി, കുറച്ചൊരു ശ്രദ്ധ മതി. നമ്മുടെ ഏത് മേഖലയിലാണെങ്കിലും ഒരു ശ്രദ്ധ, അവിടെ അതെനിക്ക് പറ്റൂല, ഈ കാര്യം ചെയ്യാൻ പറ്റൂല, ഈ കാര്യം ചെയ്യണം എന്ന ഒരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടോ എങ്കിൽ മരണസമയം മുതൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. പരലോകത്തിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ, സ്വർഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അതാണ് മരണസമയത്തെ സ്വർഗം. അത് അല്ലാഹു നൽകും വിശ്വാസികൾക്ക്. ഖബറിൽ ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് അദ്ദേഹത്തിന് നൽകുക. വഫ്തഹു ബാബൻ ഇലൽ ജന്ന, ഖബറിലാണ്. അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം നിങ്ങൾ തുറന്നു വെച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം നിങ്ങൾ നൽകുക എന്ന് മലക്കുകൾ പറയും. അല്ലാഹു മലക്കുകളോട് പറയും. ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധവും അതിന്റെ ആസ്വാദനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ സ്വർഗത്തിലേക്ക് കണ്ണ് നട്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ കിടക്കും. സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ഖബറിനെ കുറിച്ച് നമ്മുടെ വിശ്വാസതാണ്. ഇതിന്റെ നേരെ മുകളിലുള്ള ഹദീസിന്റെ ഭാഗം നരകവാസികളിലുള്ള അഭിപ്രായമാണ്. നമുക്ക് സ്വർഗം കേൾക്കുമ്പോൾ ഒന്നും കൂടി നമുക്കൊരു സന്തോഷവും നമുക്കൊരു പ്രതീക്ഷയും ഒക്കെ വിശ്വാസികൾ എന്ന നിലക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഖബറിലും സന്തോഷത്തിന്റെ അവസ്ഥയാണ്, മരണസമയത്തും സന്തോഷത്തിന്റെ അവസ്ഥയാണ്. പരലോകത്ത് അല്ലാഹു ഫിർദൗസ് നൽകുമെന്നാണ്. ഫിർദൗസ് നൽകും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫിൽ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗ്ഗത്തിൽ 100 ദറജകളാണ്. 100 ദറജകളാണ്, പദവികളാണ് സ്വർഗ്ഗത്തിൽ. മാ ബൈന കുല്ലു ദറജതൈനി കമാ ബൈനൽ അർളി വസ്സമാ, ഓരോ പദവികളുടെയും ഡിസ്റ്റൻസ്, സ്വർഗത്തിലെ ഓരോ പദവികളുടെയും വഴിദൂരം എന്ന് പറയുന്നത് മാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത്ര വഴിദൂരമാണ് സ്വർഗത്തിലെ ഓരോ ദറജകളും.
വൽ ഫിർദൗസു അഅലാഹ, ഫിർദൗസ് എന്നതാണ് ഏറ്റവും സൗഭാഗ്യമുള്ള, ഏറ്റവും സുഖകരമായ ദറജ എന്ന് പറയുന്നത് ഫിർദൗസാണ്. വമിൻഹാ തുഫജ്ജിറു അൻഹാറുൽ ജന്ന, ജന്നത്തിൽ അർബഅ, സ്വർഗ്ഗത്തിലെ 4 നദികൾ ഒഴുകുന്നത് ആ ഫിർദൗസിൽ നിന്നാണ്. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശ്, ആ ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ്. ഫഇദാ സഅൽതുമുല്ലാഹ് ഫസലൂഹുൽ ഫിർദൗസ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഫിർദൗസ് നിങ്ങൾ ചോദിച്ചോളൂ, ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾ ചോദിച്ചോളൂ. പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും അല്ലാഹു അവർക്ക് സമ്മാനമായി നൽകുന്ന ഫിർദൗസ് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ നന്മയിൽ ജീവിക്കുന്നത് ഈ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ്, അല്ലാതെ ഇവിടെ വേറൊന്നുമല്ല. ഇവിടെയുള്ള നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമ്മുടെ ജീവിതം ഒരു അഭിനയമായി മാറും. അഭിനയിക്കാൻ വിശ്വാസികൾക്ക് കഴിയില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നതും വിശ്വാസികൾക്കുള്ളതല്ല. നാം നമ്മുടെ ജീവിതത്തെ കൃത്യമാക്കുക. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നാം വെട്ടിത്തെളിക്കുന്ന സ്വർഗത്തിലേക്കുള്ള ഒരു പാതയുണ്ട്. അത് നാം ക്ലിയർ ആക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതിനു ശേഷം അള്ളാഹു ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദക്കും, ഇനി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അവ വിശ്വാസികൾ പറയും, ഫയഖൂലൂന അലം തുബയ്യദ് വുജൂഹനാ അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് പ്രകാശപൂരിതമായ ഒരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകിയില്ലയോ? ഞങ്ങൾക്ക് നീ സ്വർഗം നൽകിയില്ലയോ? ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലയോ? ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട. മനുഷ്യന് സംതൃപ്തിയാകും. ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അല്ലാഹു ഒരു മറ മാറ്റും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദിരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം നാളെ പരലോകത്ത് അല്ലാഹു വിശ്വാസികൾക്ക് നൽകും. ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറയുന്നു. മറ മാറ്റി അല്ലാഹുവിനെ നേരിട്ട് ദർശിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അതൊരു സൗഭാഗ്യമാണ്. ഇത് നമ്മൾ ഇവിടെ നമുക്ക് എന്ത് അഭിപ്രായം പറയാം? ഇവിടെ നമുക്ക് ഏത് നല്ല സംവിധാനങ്ങളെയും കുറ്റപ്പെടുത്താം. നമ്മൾ പല ആളുകളോടുമുള്ള വാശിയും ധിക്കാരണവും കാരണം ഒരു നന്മയിലും നമുക്ക് കൂടാതിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മളെയാണ് ബാധിക്കുന്നത്. നമ്മൾ എന്തിനാ നമസ്കരിക്കുന്നത്? നമുക്ക് വേണ്ടി. നമ്മൾ എന്തിനാണ് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? നമുക്ക് വേണ്ടി. നമ്മൾ എന്തിനാണ് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത്? നമുക്ക് വേണ്ടി. ഏതെങ്കിലും ഒരു ആലിം, ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ നമ്മെ ഉപദേശിക്കുന്ന ഒരാള് ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പൊട്ടു വിചാരിക്കുക. അന്ന് നമ്മൾ തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ സക്കാത്തൊന്നും കൊടുക്കണില്ല, എന്താ പോലെയൊക്കെ അവസ്ഥ എന്നില്ല. നമ്മളൊക്കെ ജീവിക്കണത് നമുക്കും വേണ്ടിയാണ്. നമ്മുടെ മുന്നിലേക്ക് പല പൈശാചികമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷെ അതൊന്നും നമ്മൾ നന്മ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ നമസ്കരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടോ? അത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ സുബഹി ജമാഅത്തിന് കുടുംബസമേതം പങ്കെടുക്കുന്നുണ്ടോ? അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നമ്മൾ മതപരമായ സദസ്സുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? നമുക്ക് വേണ്ടിയാണ്. നാം നമ്മുടെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടിയാണ്. നാം പലിശയുമായി ഒരിടപാടും നടത്താതിരിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടിയാണ്. ഇനി ഇതൊക്കെ ബാക്കിയുള്ളവരെ വെച്ച് നമ്മളൊന്നും ഇങ്ങനെ നോക്കി എനിക്ക് പലിശയായിട്ടൊരു ബന്ധമല്ല. എന്തുകൊണ്ടാ? എനിക്ക് വേണ്ടി നമ്മൾ വിചാരിക്കണം. അല്ല, ഓൻ പലിശക്ക് എടുക്കണില്ലുണ്ട്, ഓൻ എടുക്കണ്ട്, നമ്മൾ എടുക്കല. നമ്മൾ എടുക്കാത്തത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പരലോകം നമ്മൾ സെറ്റാക്കാണ്. നമ്മൾ ലഹരി ഉപയോഗിക്കാത്തത് നമുക്ക് വേണ്ടിയാണ്. നാട്ടിലെല്ലാവരും ഇപ്പൊ എല്ലാം തുടങ്ങിയില്ലേ, നമുക്കും തുടങ്ങാന്നുള്ളതല്ല. നാം ഈ വഴി ലക്ഷ്യമാക്കിക്കൊണ്ട് നാം പുറപ്പെടുകയാണ്. വലിയ ഭാഗ്യമാണ് സ്വർഗം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളുണ്ട്. മുഴുവൻ ആളുകളെ അള്ളാഹ് സ്വർഗത്തിലേക്കാക്കി അവസാനം ചെയ്ത തിന്മകൾക്ക് ശിക്ഷ അനുഭവിച്ച് സ്വർഗത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ, യംശി മർറതൻ വയഖുബു മർറ വതസ്ഫഉഹു അന്നാറു മർറ. ആ മനുഷ്യൻ കുറെ ഇങ്ങനെ നടന്നു വരും നരകത്തിന്. വയഖുബു മർറ, ആ നരകത്തിലേക്ക് മുഖം കുത്തി വീഴും. വതസ്ഫഉഹു അന്നാറു മർറ, നരകം അദ്ദേഹത്തെ മൂടും. ഫഇദാ മാ ജാവസ്ഹാ, അങ്ങനെ നരകം അദ്ദേഹം പിന്നിടും. നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ പിന്നിടും.
പിന്നിട്ടിട്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് നോക്കുന്നതാണ്. നരകത്തിലേക്ക് നോക്കി പറയും, ലഖദ് അഅതാനിയല്ലാഹു ശൈഅൻ മാ അഅതാഹു മിനൽ അവ്വലീന വൽ ആഖിരീൻ. മുൻപോ ശേഷമോ ഒരാൾക്കും നൽകാത്ത സൗഭാഗ്യമാണല്ലോ റബ്ബേ നീ എനിക്ക് നൽകിയത്. സത്യത്തിൽ ഇയാൾക്ക് മാത്രമേ ഈ സൗഭാഗ്യം കിട്ടാനുള്ളൂ. അയാളുടെ സന്തോഷം കൊണ്ട് പറയാം, എത്ര വലിയ സൗഭാഗ്യം എനിക്ക് നൽകിയത്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസാണ്. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പറയും, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ഒരു മരം പ്രത്യക്ഷപ്പെടും. ആ മരത്തിൽ നല്ല വെള്ളവുമുണ്ട്, അതിന് നല്ല തണലുമുണ്ട്. അപ്പൊ ആ മനുഷ്യൻ പറയും, അതിന് നീ മിൻ ഹാദിഹി ഷജറ ഫല അസ്തളില്ലു ബിളില്ലിഹാ വഅശ്റബു മിമ്മാഇഹാ. പടച്ചവനെ, ആ തണലുള്ള വെള്ളം ലഭിക്കുന്ന മരമുണ്ടല്ലോ, ആ മരത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ആ മരത്തിന്റെ തണലേറ്റ് കഴിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നീ നൽകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റബ്ബ് പറയും, ഞാൻ നൽകാം, പക്ഷെ ഇത് നമ്മൾ തമ്മിലുള്ള ഒരു കരാറാണ്. ഇനി ഒന്നും എന്നോട് ചോദിക്കരുത്, ഇത് നമ്മൾ തമ്മിലുള്ള ഒരു കരാറാണ്. അങ്ങനെ വേറെ ഒന്നും ചോദിക്കുകയില്ല എന്ന ആ കരാറിൽ ഈ മനുഷ്യനും അള്ളാഹുവും തമ്മിൽ ഏർപ്പെടും. കുറെ കാലം ആ മരത്തിന്റെ വെള്ളവും ആ മരത്തിന്റെ തണലുമേറ്റ് കഴിയുമ്പോൾ ഈ മനുഷ്യന് മാലാ സ്വബറലഹു അലൈക, അദ്ദേഹത്തിന് ക്ഷമ ഉണ്ടാവില്ല. കാരണം വേറെ ഒരു മരം കാണും. അപ്പൊ മനുഷ്യൻ പറയും, പടച്ചവനെ, ഞാൻ കുറെ കാലമായി ഈ മരത്തിന് ചുവട്ടി ഈ മരത്തിലെ ആസ്വാദനങ്ങൾ അനുഭവിച്ച് തൊട്ടപ്പുറത്തുള്ള ആ മരത്തിലേക്ക് എന്നെ ഒന്ന് എത്തിക്കുമോ? അങ്ങനെ അള്ളാഹു നൽകും. അവിടെയും ആ മനുഷ്യനോട് കരാറിൽ ഏർപ്പെടും. ദീർഘമായ ഒരു ഹദീസാണിത്. 4 പ്രാവശ്യം ഇങ്ങനെ ഈ മരത്തിന്റെ തണലും വെള്ളവും ഈ മനുഷ്യൻ മാറ്റി മാറ്റി ചോദിക്കും. അവസാനം ഫയസ്മഉ അസ്വാതു അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസികളുടെ ശബ്ദം ഈ മനുഷ്യൻ കേൾക്കുമെന്നാണ്. മനുഷ്യൻ കേൾക്കുമ്പോ അദ്ദേഹം റബ്ബിനോട് പറയും, റബ്ബേ, ആ സ്വർഗത്തിലേക്ക് എന്നെ ഒന്ന് പ്രവേശിക്കുമോ? അപ്പൊ റബ്ബ് പറയും, അയുർലീക അൻ ഉഅതീക ദുനിയാ വമിസ്ലഹാ മഅഹാ, നിനക്ക് അത് മതിയോ? അയുർലീക അൻ ഉഅതീക ദുനിയാ, ദുനിയാവിൽ മുഴുവൻ മനുഷ്യന്മാർക്കും ഞാൻ നൽകിയ സൗഭാഗ്യവും വമിസ്ലഹാ, പിന്നെ അത്രയും മതിയോ നിനക്ക് സ്വർഗത്തിൽ എന്ന് ചോദിക്കുന്നതാണ് ഈ മനുഷ്യനോട്. ഈ മനുഷ്യൻ പറയും, അത്തസ്തഹ്സിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ, പടച്ചവനെ, നീ ലോകരക്ഷിതാവായ റബ്ബായിട്ട് എന്നെ നീ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്നതാണ്. ഈ ഹദീസ് സ്വഹാബത്തിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്ഥലത്തെത്തിയപ്പോ ഇത്ര പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? അദ്ദേഹം പറയണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പ്രവാചകൻ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് കേട്ടപ്പോൾ ചിരിച്ചു. അള്ളാഹുവേ, നീ ലോകരക്ഷിതാവായ അള്ളാഹുവായിട്ട് എന്നെ പരിഹസിക്കുകയാണോ എന്ന ഈ മനുഷ്യന്റെ ചോദ്യത്തിന്റെ ഭാഗമെത്തിയപ്പോ പ്രവാചകൻ ചിരിച്ചു. പ്രവാചകനോട് ഞങ്ങൾ ചോദിച്ചു, പ്രവാചകനെ, നിങ്ങൾ എന്തിനാ ചിരിച്ചത്? മിൻ ലഹിഖി റബ്ബിൽ ആലമീൻ ഹീന ഖാല അതസ്തഹ്സിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ. ഈ മനുഷ്യന്റെ ചോദ്യം കേട്ട് അല്ലാഹു ചിരിച്ചു എന്നാണ്. എന്ത്? പടച്ചവനെ, നീ എന്നെ പരിഹസിക്കുകയാണോ? നീ ലോകരക്ഷിതാവായ അള്ളാഹുവായിട്ട്. റബ്ബ് പറയും, ഇന്നി ലാ അസ്തഹ്സിഉ മിൻക, ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, വലാകിന്നനി അലാ മാ അശാഉ ഖാദിറുൻ, ഞാൻ എന്താണോ ഇവിടുന്ന് വിചാരിക്കുന്നത് അതൊക്കെ നിനക്ക് തരാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. ഈ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഇടയിൽ വളരെ കുറച്ച് നിയമങ്ങളെ സത്യത്തിൽ ഇസ്ലാം നൽകുന്നുള്ളൂ. മനുഷ്യന്റെ ഒരു സ്വസ്ഥതയോ ഒരു സുഖമോ ഒന്നും നഷ്ടപ്പെടുത്തി മതം ഒന്നും പറയുന്നില്ല. മതം പറയുന്ന നിയമങ്ങൾ തന്നെ അതിൽ 99% ഇവിടെ കൂടി നമുക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടാനാണ്. അതനുസരിച്ച് ജീവിച്ച അവിടെയും സമാധാന സ്വസ്ഥതയും കിട്ടും. അപ്പം നമ്മുടെ ഈ ലോകവും പരലോകവും രക്ഷപ്പെടുത്താനുള്ള വളരെ കൃത്യമായ വഴിയും വെളിച്ചവുമാണ് ഇസ്ലാമിൻ്റെത്. ആ വഴിയും വെളിച്ചവുമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആ സ്വർഗം, അള്ളാഹു പ്രദാനം ചെയ്യുന്ന ആ സ്വർഗം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ റഹ്മാനും റഹീമുമായ റബ്ബേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. അൽഹംദുലില്ലാഹ്.